അസ്സലാമലൈക്കും മക്കളെ, എന്തൊക്കെയാ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? എന്നും ഇപ്പം അവൾ ഈ വർത്താനം ചോദിച്ചിട്ട് തുടങ്ങും അല്ലേ? എല്ലാവർക്കും പിരാന്ത് പിടിച്ചാൽ തുടങ്ങിയേക്കൂലേ ഈ വർത്താനം ചോദിച്ച്. അപ്പം ഇന്ന് നമുക്ക് ചായക്ക് കടിയേ ഭൂരിയാണ് കേട്ടോ. അപ്പോൾ ഭൂരി കുഴക്കണതും ഉരുളയാക്കണതും ഒന്നുമില്ല, ഇന്ന് ചുടണത് മാത്രം കാണിച്ചു തരണുള്ളൂ കേട്ടോ. ഒരു 8 മിനിറ്റ്, ചെറിയൊരു മിനിറ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ. 8 പറഞ്ഞപ്പോൾ 8:30 ആയില്ലേ, ഇനി കൂടൂല കേട്ടോ. 8:30 മിനിറ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഭൂരിയൊക്കെ കുഴച്ച് പരത്തി ഇട്ടിക്കണേ. അപ്പോൾ ഒന്ന് നമ്മൾ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഭൂരി ചുട്ടപ്പോൾ പൊള്ളച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, വീഡിയോ എടുക്കുമ്പം ഭൂരി പൊള്ളക്കൂല, മാണ്ടിയപ്പം ഉണ്ടല്ലോ പൊള്ളക്കൂല, മാണ്ടാത്തപ്പം പൊള്ളക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ മറ്റേ ഭൂരിൻ്റെ ഒക്കെ ചുർക്ക് നോക്കുകയാണ് നിങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, വീഡിയോ എടുക്കുമ്പം പൊള്ളക്കൂല. ഇപ്പം കണ്ടില്ലേ, ഇതിൻ്റെ നമ്മൾ ആദ്യം ചുട്ട ഭൂരിയാണ്. ഇപ്പോൾ എന്തോരം നല്ല മട്ടത്തിലായിക്കണില്ലേ, നല്ല ചുർക്കില്ല, നല്ല അടിപൊളി ഭൂരി. അപ്പം എന്നാൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ നോണിയാണ് എഴുതിയില്ല, അപ്പം വിശ്വാസമായില്ല നിങ്ങൾക്ക്. ഇത് തിന്നാൽ നല്ല രസമാണ് കേട്ടോ. ഇതും നല്ല ചൂടില്ല കട്ടൻ ചായയും അവിടെ കുടിച്ചാൽ എന്താണല്ലോ ഒരു ചാറും വേണ്ടായിക്കോട്ടോ. അപ്പം നമ്മളവിടെ ഭൂരി ഉണ്ടാക്കിയാൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയത് നമ്മളെ കേങ്ങ് കുത്തി ഉടച്ചുണ്ടാക്കിയ ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് വെല്ലുള്ളി ഇട്ട് പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് നമ്മളെ ഈസ്റ്റു ഉണ്ട് സെറ്റാക്കി എടുത്തുക്കണം കേട്ടോ. കേങ്ങ് കുത്തി ഉടച്ചത് ഈസ്റ്റു എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അല്ലേ, അതിന് തേങ്ങാപ്പാലൊക്കെ പാരണം ഈസ്റ്റൂനെ. അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കണേ. അപ്പം ഭൂരി ഉണ്ടാക്കിയാൽ നമ്മളെ മക്കൾക്ക് ഇത് വേണം. അതേമാതിരി മസാല ദോശ ഉണ്ടാക്കിയാലും വേണം നമ്മളെ മക്കൾക്ക് ഈ ഒരു കൂട്ടാൻ, എന്നെങ്കിൽ ഓർക്ക് തൃപ്തിയാവുള്ളൂ കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് മദ്രസക്കൊക്കെ പറഞ്ഞേച്ച് പിന്നെ നമ്മൾ ഇതാക്കണം ചായപ്പൊടി. നമ്മൾ ചായപ്പൊടിയൊക്കെ കേകിക്കാണ്ട് ഞാനൊരു പാത്രത്തിലിട്ട കൂട്ടാം. ഉള്ളിത്തോലി ഒക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളം പാർന്ന് വെക്കും. അത് എന്തിനാണ്, നമ്മൾ ചെടിക്കും പച്ചക്കറിക്കൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കാനാണ് കേട്ടോ. അല്ലാത്ത വളമപ്പം നാളെ നമ്മൾ ഇട്ട് കൊടുത്തീനി, അതിങ്ങനെ ചത്തുകൊണ്ട് നിൽക്കണ കണ്ടപ്പോഴേ അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തീനി കേട്ടോ, ഒന്ന് ജീവൻ വെക്കട്ടെ എഴുതിക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ എന്താട്ടി നമ്മളെ റോസിനും പിന്നെ നമ്മളെ പത്തണിമുല്ലിയും അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അങ്ങനെ ഉണ്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പച്ചക്കറിക്ക് ഇപ്പം ഇനി നമ്മൾ എന്നാൽ വളം ഇട്ടുകൊണ്ട് പിന്നെ ഇപ്പോൾ ആവശ്യമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഈ ചെടികൾക്ക് മാത്രമാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെ ചെടിയൊക്കെ ഉണ്ട് നല്ലോണം തിന്നാൻ കിട്ടണം, വളരട്ടെ, എന്നെങ്കിലേ ഇപ്പം പുകൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പോഴേ കാണാൻ ചുരുക്കുണ്ടാവുള്ളൂ. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു ചെടീൻ്റെ ഇല മുഴുവനൂനും ഒരു പുജ്ജ് വന്ന് തിന്നുകണ്. എന്തൊരു പുജ്ജാന്ന് പറയില്ല. ഒരു പുജ്ജിനെ ഞാൻ കണ്ടിന്, അത് ഞാൻ കൊന്നുകണ്. പിന്നെ ഇപ്പോൾ വേറൊരു പുജ്ജ് പിന്നെയും വന്ന് കണ്ടൊക്കെ തിന്ന്, അതിൻ്റെ പൂവും ഇലയും ആ തെളുത്ത് വരുന്ന സാധനം കൂടി അവിടെ പുജ്ജ് തിന്നിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇനി ഒരു വസ്തു അയിമല്ല ഇനി ഉണ്ടാവുമോ അല്ലേന്നൊന്നും അതും നമുക്ക് പറയാൻ കൂടിയില്ല. വല്ലാത്തൊരു സങ്കടം കേട്ടോ. ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടീനി ആ പൂവ്, ഒരു തെച്ചിപ്പൂവ്, റോസ് പൂവ്. ഇനിയിപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത് ചിലപ്പോൾ അറിയില്ല. ഞാൻ ഇതൊരു വീഡിയോ എടുത്തീനി, നല്ല ചോക്കിലൊരു പൂവേനി, മൊട്ടും വന്നിനി കേട്ടോ. അതൊക്കെ തിന്ന് നമ്മളെ പുജ്ജ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു പുജ്ജിനും വേണ്ടി ജീവിച്ചാന്നല്ലേ. എന്നാലും ഇപ്പം നമ്മളോട് കാട്ടേണ്ടില്ലേ ഇനി പുജ്ജ്, കാരണം എന്തോ ചൊറുക്കില്ലൊരു പുകയിനി, നല്ല മട്ടത്തിലുണ്ടാവുകയിനി, തെളുത്തുണ്ടായിനി. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല, മൂപ്പര് തിന്നണ്ടിയൊക്കെ തിന്ന് പോയി. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ, അതെത്താൻ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മളെ കേങ്ങാണത്, ഉരുളൻകിഴങ്ങ് ഞാൻ കുഴിച്ചിട്ടിട്ടില്ലേ ഇനിയോ, അത് ഇതാക്കണേ ചെറിയ ഒരു കുഞ്ഞി കേങ്ങ് കേട്ടോ. അപ്പോൾ അത് വലിയതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്താക്കണം, അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം, അല്ലാഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് മണ്ണിട്ട് കൊടുത്തേക്കണം കേട്ടോ അതിൻ്റെ മേലെ കൂടിയൊക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ താഴെയൊക്കെ കേങ്ങുണ്ടോ അല്ലേന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല. ഏതായാലും നമുക്ക് കുറച്ചുകൂടെ കജ്ജട്ടഞ്ഞിട്ട് നമുക്കൊന്ന് തട്ടി വെക്കാം. പിന്നെ ഇതാക്കണം ഒരു വൈതനങ്ങ, നല്ല ചൊറുക്കില്ലൊരു വൈതനങ്ങ അല്ലേ, നല്ല വൈലറ്റ് കളർ, നല്ല രസം കാണാൻ. അതേ പറഞ്ഞ മാതിരി നമ്മളെ മത്തന് ഇതാക്കണേ നമ്മൾ പുകിട്ടിക്കണം കേട്ടോ. പിന്നെ ചെറിയൊരു കുഞ്ഞി മുടിയലും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിമന്നാണ് അന്ന് ഉസ്താമാർക്ക് മത്തൻ്റെ ഇല താളിച്ച് ഈ ഇതിമന്ന് ഇല നുള്ളി കണ്ടാൽ കൊടുത്തിനെ പാടില്ല, ചെറിയ ഒരു മുടിയലും ഉണ്ടായിക്കണില്ലേ. അപ്പം അങ്ങനെ പടരട്ടെ. അതാക്കണേ നമ്മളെ തക്കാളി. അപ്പോൾ ഞാൻ കുഴിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, അപ്പം ഇനി കായ് ഉണ്ടാകണമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അല്ല നെച്ചൊരു പൊറുതിയേടാണ്, കാണാൻ ഞങ്ങൾക്കും പൊറുതിയേടല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കാണിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ പയർ വെച്ചിട്ടിനിയല്ലോ, ആ പയർ കണ്ടങ്ങൾ ഉണ്ടായിക്കണം കേട്ടോ.
അപ്പോൾ കാണിച്ചു തരുമ്പോൾ ഒക്കെ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുഴിച്ചിടുന്ന മാത്രം കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചും എൻ്റെ പയറുണ്ടായോ തക്കാളി ഉണ്ടായോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടായി എന്ന് അറിയണമെങ്കിൽ ഇത് കാണിച്ചു തന്നെങ്കിലല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. പയർ പിന്നെ ചാകാൻ ജീവല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. മണോ മാണ്ടേരി നിൽക്കുകയാണ്. ഏതായാലും നമുക്ക് നോക്കാം. വെള്ളവും തീറ്റയും വെള്ളമൊക്കെ കൊടുത്തുക്കാണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഉണ്ടാവുമല്ലേ നോക്കാം, നമുക്ക് നോക്കാം. ഏതായാലും ആദ്യത്തെ പയർ നമ്മൾ കുറേ ചായയും തിന്ന് കുറേ പുജ്ജും തിന്ന് കുറേ കിളികളും തിന്ന് ഞങ്ങൾക്ക് നമ്മളും തിന്ന് തരണ്ടേ എന്ന മാതിരിയാണ് ഇപ്പോൾ അത്. ഒരു ചെറിയൊരു കുമ്പളങ്ങൻ്റെ ഒരു കണ്ടമുണ്ട്, പിന്നെ കുറച്ച് തൈരും ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുമ്പളങ്ങയൊക്കെ അരിഞ്ഞ് കുക്കറിൽ ഇട്ടിക്കണേ, പച്ചമുളക് ഇട്ട് കൊടുത്തിക്കണേ, തേങ്ങയും നല്ലീരകവും വെളുത്തുള്ളി അരച്ച് നമ്മളെ കുക്കറൊന്ന് ചുവറ്റി പറഞ്ഞ്. അപ്പോൾ അതാ പറഞ്ഞത്, ഞാൻ ഒക്കെ അങ്ങോട്ട് ദീർഘിപ്പിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾക്കൊക്കെ ഒരു മടുപ്പല്ലേ, കാരണം എന്നും ഈ ചോറും കൂട്ടാനും വെക്കണ തന്നെയല്ലേ. അപ്പം നിങ്ങൾക്ക് പിരാന്ത് പിടിച്ചു. ഇച്ചന്നെ പിരാന്ത് പിടിച്ചിറങ്ങിയിരിക്കണത് ഇങ്ങനെ എടുത്ത് സത്യം പറയാലോ മക്കളെ, ഇച്ചനെ പിരാന്ത് പിടിച്ചിറങ്ങിയിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒന്നിപ്പോൾ നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരണ്ടേ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിമ്മ അങ്ങനെ സൈക്കിൾ എടുത്ത് കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, നമ്മളെ ചാറൊക്കെ റെഡി ആക്കണം കേട്ടോ. കടുക് തൂമിച്ചണം ഇനി. പിന്നെ ഞാൻ നാളെ കോഴി വച്ചില്ലേ നമ്മളെ ഉസ്താമാരെ ചിലവിൻ്റെ അന്ന്. അപ്പോൾ മക്കൾക്ക് അത് കണ്ടപ്പം മക്കൾക്ക് അതന്നെ വെക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി അതേപോലെ തന്നെ പിന്നെയും വെക്കാൻ വിചാരിച്ച്. കുറച്ച് വല്ലുള്ളിയും ഇഞ്ചിയില്ല വെളുത്തുള്ളിയും ഒക്കെ മൂപ്പിച്ച് കരിയേപ്പും ഇട്ട് നമ്മളെ നല്ലീരകമൊക്കെ ഇട്ട് ആണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിക്കണം. ഇനിയിപ്പോൾ ഞാൻ പറയണില്ല. അപ്പോൾ ഇതാക്കണേ, ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെച്ചെങ്കിൽ ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞുണ്ട്. അല്ല അപ്പം എത്താ കാട്ടണേ. അല്ലെങ്കിൽ ഉസ്താദുമാരെ ചിലവുണ്ടല്ലോ ആ വീഡിയോയിലുണ്ട് കേട്ടോ. ഞാൻ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെച്ചെങ്കിൽ അതൊന്ന് പോയി കണ്ടോളണ്ടി. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ തന്നെ പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നല്ലീരകവും പെരിഞ്ചീരകവും പിന്നെ കുരുമുളകും ചതച്ചതുമാണ് കേട്ടോ. അതും ലാസ്റ്റ് കോഴി വേകാൻ നേരത്താണ് ഇട്ടിക്കണത്. വേകാതെ ഇട്ട് കഴിഞ്ഞാൽ കോഴി വേകാത്ത മരിയാണ് കേട്ടോ. വെന്തിട്ട് വേണത് ഇടണം, എന്നെങ്കിൽ സെറ്റാകുള്ളൂ. ഈ ഒരു കോഴി വരട്ട് നമ്മളെ മക്കൾക്ക് നല്ല തൃപ്തിയായിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതൊന്നും ഉണ്ടാക്കി വെച്ചിരിക്കണത്. അങ്ങനെ ഏതായാലും കോഴിയൊക്കെ റെഡി ആയിക്കണേ. പിന്നെ ചോറ് ഞാൻ പിന്നെ വാർത്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളം വറ്റാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിക്കണേ. പിന്നെ കോഴി ഞാൻ വാങ്ങിക്കൊണ്ടേ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. കോഴിൻ്റെ ഒരു ചൊക്കുണ്ടെങ്കിൽ നല്ല രസമുണ്ട്, കാണാൻ മാതിരി തന്നെ തിന്നാനും രസമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇൻഷാ അല്ലാ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ ഞാൻ ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ പിന്നെ വരുന്നുണ്ട്. പിന്നെയല്ല നാളെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.